ആ നീരസം തുറന്നു പറഞ്ഞ് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കാസ്ട്രോയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കാസ്ട്രോ നയിക്കുന്ന ക്യൂബയുമായിരുന്നു. ഇപ്പോൾ അപ്പുറത്ത് അമേരിക്കയെ നയിക്കുന്നത് ട്രംപാണ്. നമുക്ക് ഈ ട്രംപിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്യൂബയിൽ, കാസ്ട്രോ ഇല്ലാത്ത ക്യൂബയിൽ തൊട്ടപ്പുറത്ത് ട്രംപ് അമേരിക്ക ഭരിക്കുന്ന കാലത്തെ എങ്ങനെയായിരിക്കും കാണാൻ കഴിയുക? ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളത്. ഒന്നാമത് നേരത്തെ സൂചിപ്പിച്ച പോലെ കാസ്ട്രോ രംഗത്ത് നിന്ന് ഏതാണ്ട് മാറി 2008 റൗൾ കാസ്ട്രോയാണ് ഭരണത്തിൻ്റെ ചുമതല. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ 8 വർഷക്കാലം അദ്ദേഹമാണ് ഇത് നയിച്ചത്, നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ. അതിൽ ഡേ ടു ഡേ അഫയേഴ്സിൻ്റെ കാര്യത്തിലൊന്നും കാസ്ട്രോ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമാണ്. ഇടപെട്ടിട്ടില്ല. അദ്ദേഹം അത് വളരെ ഓസ്റ്റൻറ്റേഷ്യസ് ആയിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്നാമത്തെ കാര്യം അതാണ്, പഴയ രീതിയിലല്ല പല കാര്യങ്ങളിലും നയങ്ങൾ പോയിട്ടുള്ളത്. ക്യൂബയിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിഫോംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻ്റർനാഷണൽ എൻവയൺമെൻറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പലതരത്തിലും ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ മാർക്കറ്റ്, വിപണി. പണ്ട് വിപണിയൊന്നും ഒരു സംഗതി അവിടെ ഇല്ലായിരുന്നു. എല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരുന്നു. അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, അത് ബിസിനസ്സുകൾ, അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആളുകളുടെ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളിലും അവർ ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യേണ്ടത് അവർ മുന്നോട്ടുള്ള ഈ പോക്ക് തുടരുക എന്നുള്ളതാണ്. അതായത് ഒരു ക്ലീൻ ബ്രേക്കോ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഒരു എവല്യൂഷനാണ് ഞാൻ കാണുന്നത് ക്യൂബയുടെ കാര്യത്തിൽ. അത് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ എവല്യൂഷന് തയ്യാറായിട്ടുള്ള ഒരു നേതൃത്വം ആ രാജ്യത്തുണ്ട്. അതാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം. അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ലാറ്റിൻ അമേരിക്കൻ ബാക്ക് യാർഡിൽ ക്യൂബ ശീതയുദ്ധത്തിൻ്റെ സമയത്ത് വളരെ ഐസൊലേറ്റഡ് ആയിരുന്നു. ആ വഴിയാണ് അമേരിക്കയിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചിരുന്നാൽ അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻ റഷീംസിന് എല്ലാം അമേരിക്കൻസും CIA, പെൻറ്റഗൺ, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അണ്ടർമൈൻ ചെയ്തുകൊണ്ട് വളരെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്സും അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഇടച്ചിൽ തീർന്നതിന് ശേഷം അമേരിക്ക അവിടെ നിന്ന് ഏതാണ്ട് പിൻവാങ്ങി. ആ കാര്യത്തിൽ അവിടെ ഡെമോക്രറ്റൈസേഷൻ വന്നു. അപ്പോൾ ഇന്ന് ഒരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ അവിടെ ലാറ്റിൻ അമേരിക്കയിലുണ്ട്. അപ്പോൾ അതിൽ ക്യൂബയുടെ മേലിൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള ഒരു അയൽവാസിയും ഇല്ല. ഇപ്പം രാജേഷ് പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്ക വടക്കോട്ട് തന്നെ ഏതാണ്ട് ചില സിംറ്റംസ് ഉണ്ട്, അങ്ങനെ ചായുന്നു എന്നുള്ള ഒരു ഇത്. അതൊരു സൈക്ലിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ അതൊരു കൺഫ്രണ്ടേഷനിലോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ലെന്ന് മാത്രമല്ല, ഈ വലതുപക്ഷത്തോട് ചായുന്ന ആളുകളും ഫിഡലിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഫിഡൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിഡലിന് ഏറ്റവും കൂടുതൽ ഉച്ചതനം കൊടുത്തിട്ടുള്ളത് ജോസെ മാർട്ടിയാണ്, അവിടുത്തെ ക്യൂബൻ നാഷണലിസ്റ്റ്. അപ്പോൾ അത് ലാറ്റിൻ അമേരിക്കയെ മുഴുവനും ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യം കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ട് അവർക്കും വലതുപക്ഷ ചിന്താഗതിക്കാർക്കും ക്യൂബയ്ക്കകത്ത് തന്നെ ഫിഡലിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന കക്ഷികളും ഫിഡൽ എന്നാണ് അവർ വിളിക്കുന്നത് തന്നെ. അത്ര സ്നേഹത്തോടു കൂടിയും അത്ര ആദരവോടു കൂടിയും അത്ര അടുപ്പത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ലാറ്റിൻ അമേരിക്കയിലെ മാറ്റങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത് ഉള്ളത്, ഇപ്പോൾ അമേരിക്ക എടുക്കുകയാണെങ്കിൽ, താങ്കൾ ചോദിച്ചത് എടുക്കുകയാണെങ്കിൽ, ഈ ട്രംപിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഇപ്പം മെക്സിക്കോയുമായിട്ട് മതിലുണ്ടാക്കണമെന്ന് പറയുന്നു. അതിൽ അവരുദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഐസൊലേഷനിസമാണ് അമേരിക്കയിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള വളരെ വലിയ പ്രശ്നങ്ങൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ലോകത്തിറങ്ങി ഒരു പോലീസുകാരനെ നടക്കേണ്ട ആവശ്യമില്ല. ഈ റഷീം ചേഞ്ചസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്, നമ്മളുടെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധ ചെലുത്തി നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമീപനമാണ് ട്രംപിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം റൗൾ കാസ്ട്രോയെ അണ്ടർമൈൻ ചെയ്തിട്ട് റൗൾ കാസ്ട്രോയെ ഓവർത്രോ ചെയ്യുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല.
പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു നെഗറ്റിവിസം അമേരിക്കയിൽ നിന്ന് വരാവുന്നത് ആ എംബാർഗോ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. ഫ്ലോറിഡയിൽ അതിനെക്കുറിച്ച് വലിയ കക്ഷികളുണ്ട്, അതിന് എംബാർഗോയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ. അതിന് മറികടന്ന് ചിലപ്പോൾ ട്രംപ് ചെയ്തില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നത്തെ സാഹചര്യത്തിൽ യൂറോപ്പുമായിട്ട് ക്യൂബയ്ക്ക് വലിയ അടുത്ത ബന്ധമുണ്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ട്. അവർ കാനഡ ഉൾപ്പെടെ, കാനഡയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ എംബാർഗോയുടെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെടുന്നതിന് കാസ്ട്രോ ഇൻഡസ്ട്രിയൽ കൺട്രി വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഇടപെടുന്നതിന് ക്യൂബയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തോന്നലിൽ ഇത് വളരെ വളരെ ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു കാസ്ട്രോയുടെ ഭാഗത്തു നിന്ന് 2008 മാറി നിന്നത്. ഹീസ് എ ഫസ്റ്റ് റേറ്റ് ഇൻ്റലക്ച്വൽ. അപ്പോൾ ഈ ലോകത്തിൽ വരുന്ന മാറ്റങ്ങളും ക്യാപിറ്റലിസത്തിൻ്റെ ക്രൈസിസും ഒക്കെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഈ ട്രംപിനെ പോലെയുള്ള ഒരു പ്രതിഭാസം അമേരിക്കയിൽ വരുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഉണ്ടായിരുന്നു. അത്ര ഫാസൈറ്റഡ് ആണ്. തീർച്ചയായും. അത് നേരത്തെ താങ്കൾ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടർന്നാൽ, ഈ കാസ്ട്രോയുടെ ക്യൂബ അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറയിലുള്ള ഒരു രാജ്യം എന്ന് ഒരു കാലത്തും അങ്ങനെ അമേരിക്ക ആരോപിച്ചിട്ടുണ്ടെങ്കിലും ആ നിലയ്ക്കൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, കാസ്ട്രോ തന്നെ എല്ലാ കാലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറയുന്ന കാര്യം എൻ്റെ ഏറ്റവും വലിയ ശത്രുവും വിശ്വസിക്കും, എന്നെ ആരും അവിശ്വസിക്കില്ല എന്ന് കാസ്ട്രോ പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു രാജ്യം, അങ്ങനെ വളരെ സുതാര്യമായ ഒരു രാജ്യമായിരുന്നു എന്ന് കരുതാമോ? ആ നിലയ്ക്ക് തന്നെയാണ് കാസ്ട്രോയുടെ ആ വാക്കുകളെ അങ്ങനെ വിശ്വസിക്കാമോ? നമ്മൾ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. എന്ന് വെച്ചിരുന്നാൽ മനുഷ്യരാശിയുടെ കാര്യം എടുക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോറത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തത്. അതിനൊക്കെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. ഫണ്ടമെൻ്റലായിട്ട് ഇറ്റ്സ് കറക്റ്റ്, അതാണ്, ആ തീസിസാണ് കറക്റ്റ്. പക്ഷേ ചരിത്രത്തിൻ്റെ ഏടുകളിലോട്ട് കടന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഇത് അവിടെ വിപ്ലവം നടക്കുന്ന സമയത്ത് അമേരിക്കൻ CIA വിലയിരുത്തൽ അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആണെന്നുള്ളതാണ്. എന്നിട്ട് അന്ന് അയാളുടെ പേര് ആൽജിം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ CIA പാരാമിലിറ്ററി ഡിവിഷൻ്റെ ചുമതലയുള്ള, അതായത് ലാറ്റിൻ അമേരിക്കയിലെ ഭരണങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള ഡിവിഷൻ്റെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത്, ഇത് ബാറ്റിസ്റ്റയുടെ അതൊരു വളരെ ഡെക്കേഡൻ്റ് ആയിട്ടുള്ള ഒരു റഷീമാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നാഷണലിസ്റ്റ് റഷീം അവിടെ വരുന്നത് അമേരിക്കയുടെ താല്പര്യത്തിന് നല്ലതാണ്, ആ റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് യോജിച്ചതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. എന്നിട്ട് 1960 ഏപ്രിൽ മെയ് മാസം കാസ്ട്രോ ആദ്യം അമേരിക്ക സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് CIA ഒരു ബ്രീഫിംഗ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മളുടെ ഇവിടുത്തെ ഉള്ള അന്നത്തെ സിറ്റുവേഷനിൽ അമേരിക്കക്കാർ നമ്മളോട് പെരുമാറിയതുപോലെയാണ് അവർ കാസ്ട്രോയോടൊക്കെ പെരുമാറി തുടങ്ങിയത്. അതോ കാസ്ട്രോ ഒരു വലിയ ത്രെട്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ അടുത്ത വർഷം കാസ്ട്രോ അമേരിക്കയിൽ വരുമ്പോൾ ഐസനോവർ അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നില്ല. മോസ്കോയിലോട്ട് വരികയാണെങ്കിൽ അത് എനിക്ക് വളരെ നല്ലോണം അറിയാവുന്നതാണ്. അടുത്ത ചരിത്രകാരന്മാരും ഇപ്പോൾ ആർക്കൈവ്സിൽ വെളിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നികിത ക്രുഷ്ചേവിൻ്റെ വിലയിരുത്തലിൽ ഇദ്ദേഹം ഒരു തനി പിന്തിരിപ്പനാണ് അദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തെ വളരെ വളരെ സംശയത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള നിലയിലാണ് അവർ ബൂർഷ്വാദാത എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് അവഹേളിച്ചു. എന്നിട്ട് അവർക്ക് ഇദ്ദേഹത്തിൽ താല്പര്യം തുടങ്ങുന്നത് ഈ ഐസനോവർ ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നികിത ക്രുഷ്ചേവ് അന്നത്തെ ഫോറിൻ മിനിസ്റ്ററായിരുന്ന മിക്കോയൻ്റെ അടുക്ക പറഞ്ഞു, ഇതിനെക്കുറിച്ചൊരു സൂക്ഷ്മമായിട്ടൊരു വിലയിരുത്തൽ വേണമെന്ന്. അന്ന് ആ ശീതയുദ്ധത്തിൻ്റെ ആ സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ കടന്നുകൂടാൻ സോവിയറ്റ് യൂണിയന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിനൊരു കവാടം കിട്ടുമോ എന്നുള്ള രീതിയിൽ വിലയിരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ മിക്കോയൻ അവിടം സന്ദർശിച്ചു. അതിനുശേഷം മിക്കോയൻ്റെ റിപ്പോർട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ തരത്തിലുള്ള നാഷണലിസം, ഇന്ത്യയിലെ പോലെയുള്ള നാഷണലിസം സോവിയറ്റ് യൂണിയനെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു നാഷണലിസമാണ്, അതുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടണം സോവിയറ്റ് യൂണിയൻ. അത് കഴിഞ്ഞിട്ട് കാസ്ട്രോയ്ക്ക് ശരിക്കും മാറ്റം വരുന്നത് 1963 അതായത് ആ ക്യൂബൻ മിസൈൽ ക്രൈസിസും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള 1963 അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ലൈഫിലെ
ഒരു വലിയ ഡിഫൈനിങ് മൊമെൻ്റ് ആയിരുന്നു അത്. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നു 63-ൽ. അപ്പോൾ അന്നത്തേക്ക് ഇദ്ദേഹം ബേ ഓഫ് പിക്സ് ആ ഇൻവേഷൻ നടന്നു കഴിഞ്ഞു. ക്യൂബൻ മിസൈൽ ക്രൈസിസിൻ്റെ കൺഫ്രണ്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം വലിയ ശത്രുതയിലായി അമേരിക്ക ഇദ്ദേഹത്തോടു കൂടി. അപ്പോഴത്തേക്ക് ഒരുപാട് തവണ അവർ ശ്രമിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തെ വധിക്കാനായിട്ടും മറ്റും. അപ്പോൾ അത് കാരണം സോവിയറ്റ് യൂണിയന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അവിടെ അവർ വളരെ ഗംഭീരമായിട്ടുള്ള അവരുടെ കംപ്ലീറ്റ് പൊളിറ്റ് ബ്യൂറോ മുഴുവനും എയർപോർട്ടിൽ ചെന്ന് ഇദ്ദേഹത്തെ റിസീവ് ചെയ്തു. വളരെ ഒരു ചെറിയ രാജ്യത്തു നിന്ന് വന്ന ഒരാളാണ്. അന്ന് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമല്ല ആ കാലത്ത്. എന്നിട്ട് അവിടെ സോവിയറ്റ് യൂണിയനിൽ മുഴുവനും വളരെ വലിയ തോതിൽ ഇദ്ദേഹത്തെ റിസപ്ഷൻസും ഇതും. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ അന്ന് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ രീതിയിൽ ഈ മഹാലനോബിസ് ടൈപ്പിലുള്ള സ്റ്റേറ്റ് പ്ലാനിങ്ങും മറ്റും ക്യൂബയ്ക്കും ഉചിതമാണ്. അവിടെ കണ്ട അതിൽ ഇദ്ദേഹം വളരെ പണ്ഡിറ്റ് നെഹ്റു 20-കളിൽ 30-കളിൽ സോവിയറ്റ് യൂണിയനിൽ പോയതിനു ശേഷം വന്നിട്ടുള്ള പുസ്തകത്തിൽ വിവരിച്ച കണക്ക് അത്ര ആവേശത്തോടു കൂടി ഈ സോവിയറ്റ് യൂണിയനിലെ കാര്യങ്ങൾ ഇദ്ദേഹം വിവരിച്ചു. എന്നിട്ടാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. ആ കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്, ഞാനൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് തുടർന്നു പോകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു ചരിത്രപുരുഷനാണ് തീർച്ചയായിട്ടും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വലിയ വിപ്ലവകാരിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് 20-ാം നൂറ്റാണ്ടിൽ മഹാത്മാഗാന്ധിയെല്ലാം പോലെയുള്ള ഒരു വളരെ വലിയൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഐഡിയൽസിൻ്റെ ശരിയായിട്ടുള്ള പ്രതീകം കാൾ മാർക്സ് അല്ല, യേശു ക്രിസ്തു ആണെന്ന്. അതായത് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹ്യൂമനിസം അതാണല്ലോ. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കാസ്ട്രോ. തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.